എങ്ങനെയാണ് ഒരു ഹണ്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക? സത്യത്തിൽ സിമ്പിളാണ്. ഹണ്ടറിനോട് കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചാൽ മതി. അയാൾ ഏത് രീതിയിലും അത് ഒഴിവാക്കും. ഒരുപക്ഷെ അയാൾ ആദ്യം പറയാൻ പോകുന്നത് വിക്ടിമിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളും ഇൻലോസും ഫാമിലിയൊക്കെ ഉള്ള ആളല്ലേ നീ എങ്ങനെ കമ്മിറ്റ് ചെയ്യാനാണ് എന്നെ എന്ന് പറയും. അപ്പോൾ ഈ ഹണ്ടറിനെ പുഷ് ചെയ്തിട്ട് ഈ വിക്ടിം ഒന്നുകൂടെ പറയുകയാണ്, ഇല്ല അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാം, പക്ഷെ നമുക്ക് എന്തായാലും കല്യാണം കഴിക്കാം എന്ന് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഹണ്ടറിൻ്റെ രണ്ടാമത്തെ ഫ്ലിപ്പ് നടക്കും. അപ്പോൾ അയാൾ പറയും, ഞാൻ ആദ്യം പറഞ്ഞതല്ലേ നമുക്ക് എന്തായാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതിനയാൾ പലതരത്തിലുള്ള റീസൺസ് ഒക്കെ പറയും. ചിലപ്പോൾ അത് അയാളുടെ റിലീജിയൻ ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുണ്ട്, എൻ്റെ കരിയർ, അങ്ങനെ പല പല റീസൺസ് പറയും. പക്ഷെ ഉറപ്പായിട്ടും അയാൾ കമ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഈ പോയിന്റിൽ വെച്ച് മാത്രമാണ് ഈ ഇരയ്ക്ക് മനസ്സിലാകുന്നത് അവരൊരു ചീറ്റിങ്ങിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് വിക്ടിം വളരെയധികം സ്ട്രെസ്ഫുൾ സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുമ്പോഴും ഹണ്ടർ ഭയങ്കര കാമായിട്ട് തന്നെ നിലകൊള്ളും. അടുത്ത ഷോട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് ഹണ്ടേഴ്സ് എന്നാണ്.